നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ധർമ്മടത്ത് വീട്ടുകാർ പുറത്തുപോയി 20 മിനിറ്റിനുള്ളിൽ വൻ കവർച്ച. 24 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും കവർന്നു. ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെത്തി സ്വർണ്ണമാലയുമായി കടന്ന യുവതിയെ മാഹി പോലീസ് പിടികൂടി. അറസ്റ്റിലായത് ധർമ്മടം സ്വദേശി ആയിഷ. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന വലിയ കളി നിയമം എഴുതി ചേർത്ത അഹാൻ അനൂപ് നിയമസഭയിൽ സ്പീക്കറുടെ അതിഥിയായെത്തി. അഹാനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. പാനൂർ നഗരസഭ മുന്നിൽ LDF നടത്തുന്ന ഉപരോധ സമരം 5ാം ദിവസത്തിലേക്ക്. സാധാരണക്കാരെ തടസ്സപ്പെടുത്തുന്ന സമരത്തിൽ നിന്നും LDF പിന്മാറണമെന്ന് നഗരസഭാ ചെയർമാൻ KP ഹാഷിം. ധർമ്മടത്ത് വീട്ടിൽ വൻ കവർച്ച. 24 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും നഷ്ടപ്പെട്ടതായുള്ള ഗൃഹനാഥന്റെ പരാതിയിൽ ധർമ്മടം പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവെടുക്കാനെത്തി. ഏഴ് സ്വർണവള, 2 ചെയിൻ, 2 കമ്മൽ, 5 മോതിരം എന്നിവ മോഷണം പോയതായാണ് പരാതി. മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ച സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച 10-നും ബുധനാഴ്ച 10-നുമിടയിലാണ് കവർച്ച നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. തലായ് ഹാർബറിൽ മത്സ്യ സ്റ്റാൾ ഉടമയാണ് രത്നാകരൻ. ഇദ്ദേഹവും ഭാര്യയുമാണ് 2 നില വീട്ടിൽ താമസം. മറ്റൊരു മകൻ പ്രവാസിയാണ്. മകന്റെ തിരിച്ചുപോക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി മുൻവാതിൽ ചാരിയടച്ച് വീട്ടുകാർ ഏതാനും സമയം സമീപത്തെ റോഡിലെത്തിയിരുന്നു. ഈ സമയമാകാം കവർച്ചക്കാരൻ അകത്ത് കയറിയതെന്ന് കരുതുന്നതായി വീട്ടുടമ രത്നാകരൻ പറഞ്ഞു. നമ്മളിപ്പോൾ മൂത്ത മകനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷെൽട്ടറിൽ പോയി. ഏകദേശം 20 മിനിറ്റ് നമ്മൾ അവിടെ ചിലവഴിച്ചിട്ടിട്ട് ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിട്ടില്ല. ഡോറ് വെറുതെ അടച്ചെന്നിട്ട് ലോക്ക് ചെയ്തിട്ടില്ല. തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയിട്ടുമില്ല. നമ്മളൊന്നും ചെക്ക് ചെയ്തിട്ടുമില്ല. ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഉറങ്ങി, മറ്റുള്ളവർ ഉറങ്ങി. കാലത്ത് എഴുന്നേറ്റ് ഞാൻ പുറത്ത് ലോക്ക് ഓപ്പനാക്കാൻ നോക്കുമ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറന്നുപോയി ആയിരിക്കാം എന്ന് ധരിച്ച് ഞാനവിടും പറയാണ്ട് പോയി. പിന്നീടാണ് മരുമോട് വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവമുണ്ട്, പൈസയും ഗോൾഡും കളവ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ മരുമോളോടും ഭാര്യനോടും ചോദിച്ച് നിങ്ങൾ ഇന്നലെ ഇത് ലോക്ക് ചെയ്തിനോന്ന് വെച്ചാൽ ഭാര്യ പറഞ്ഞു ഞാനാ ലോക്ക് ചെയ്ത്. ഞാൻ കിടക്കും 11:30 മണിയായിരുന്നു. ലോക്ക് ചെയ്ത് കുറച്ച് മരുമോളോട് ചോദിച്ചു നീ ഇത് രാവിലെ എഴുന്നേറ്റ് പോകുക. പക്ഷേ മരുമോട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ. അപ്പം ഇല്ല വെച്ചാൽ ഡോർ ലോക്ക് ചെയ്ത് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പം കള്ളനായിരിക്കാം, തുറന്നിട്ട് പോയി. രാത്രി കയറിയ ആൾ നേരം വെളുക്കുന്നതിന് മുമ്പിട്ട് പോയിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് വന്ന് എല്ലാ പരിശോധനയും നടത്തി. ഡോഗ് സ്ക്വാഡ് ഇപ്പം വന്നല്ലോ. ഡോഗ് സ്ക്വാഡ് മെഞ്ഞാന്ന് 9 മണി മുതൽ 9:20 വരെ നമ്മൾ ഈ ഷെൽട്ടറിൻ്റെ അടുത്തുണ്ട്. രാത്രി ഈ 20 മിനിറ്റിനുള്ളിലായിരിക്കും കള്ളം കയറിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ നിഗമനം. കാരണം ഒന്നും പൊട്ടിച്ചിട്ടോ കുത്തിപ്പൊട്ടിച്ചിട്ടോ ഒന്നുമില്ല. നമ്മൾ ഡോർ തുറന്നിട്ട് പോയ സമയത്ത് പക്ഷേ ലോക്ക് ചെയ്തിട്ടില്ല, വെറുതെ ചാരിയിട്ടിട്ടേ ഉള്ളൂ. കയറിയിട്ടുണ്ടാകുക അന്നേരം എടുത്തു പോയിട്ടുണ്ട്. പിന്നെ മുകളിൽ 2 വലിയ റൂം ഇത്രയും ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടൂല. അതുമാത്രമല്ല നമ്മൾ ലോക്ക് ചെയ്തത് രാവിലെ ഓപ്പണായിട്ടേ ഉള്ളത്. അപ്പോൾ കള്ളൻ നമ്മൾ ഉറങ്ങിയതിന് ശേഷം എല്ലാം വിവരിച്ച് ചെക്ക് ചെയ്ത് സാധനം കൊണ്ട് പോയി. ഇത്രയാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു സാധ്യത ഇവിടെ കാണുന്നില്ല. വീട്ടുകാർ മുകളിൽ ഉറങ്ങുന്നതിനിടയിൽ കവർച്ച നടത്തിയ ശേഷം രക്ഷപ്പെട്ടുവെന്നാണ് നിഗമനം. ഏതാണ്ട് 19 ലക്ഷത്തിന്റെ നഷ്ടം കണക്കാക്കുന്നു. ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെത്തി സ്വർണ്ണമാലയുമായി കടന്നുകളഞ്ഞ യുവതിയെ മാഹി പോലീസ് പിടികൂടി. അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ N ആയിഷയാണ് മാഹി പോലീസിന്റെ പിടിയിലായത്. മാഹി ബസലിക്കയ്ക്ക് സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ 12-ാം തീയതിയാണ് മോഷണം നടന്നത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ യുവതി 3 ഗ്രാം തൂക്കമുള്ള സ്വർണമാല ജീവനക്കാരൻ്റെ കണ്ണുവെട്ടിച്ച് കൈവശപ്പെടുത്തി കടന്നുകളയുകയായിരുന്നു. ജ്വല്ലറി ഉടമ പിലാക്കണ്ടി ശൈലേഷിന്റെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്
അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്നും യുവതിയെ പിടികൂടിയത്. എന്നാൽ ഇവരുടെ കയ്യിൽ മോഷ്ടിച്ച സ്വർണ്ണമാല ഉണ്ടായിരുന്നില്ല. ഈ മാല മാഹിയിലെ തന്നെ കുഞ്ഞിപ്പള്ളി ജ്വല്ലറിയിൽ വിറ്റുവെന്നാണ് ആയിഷ മൊഴി നൽകിയത്. പിന്നീട് കുഞ്ഞിപ്പള്ളി ജ്വല്ലറിയിലെത്തി ഈ മോഷണ സ്വർണം പോലീസ് കണ്ടെടുത്തു. മാഹി CI അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ SI ജയശങ്കർ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ SI വളവിൽ സുരേഷ്, ASI CV ശ്രീജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാഹി കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്പൂണും നാരങ്ങയും കളിക്ക് നിയമങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നൊരു വലിയ നിയമം കൂട്ടിച്ചേർത്ത കൊച്ചുമിടുക്കൻ അഹാൻ കേരള നിയമസഭയുടെ അതിഥിയായെത്തി. സ്പീക്കറും സ്ഥലം MLAയുമായ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അതിഥിയായാണ് അഹാൻ നിയമസഭയിൽ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അഹാനെ അഭിനന്ദിച്ചു. സ്പൂണും നാരങ്ങയും കളിക്ക് ഏറ്റവും മികച്ച നിയമം കൂട്ടിച്ചേർത്ത 3ാം ക്ലാസ്സുകാരൻ അഹാൻ സ്പീക്കറുടെ ക്ഷണം സ്വീകരിച്ച് നിയമസഭയിലെത്തി. 3ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇഷ്ടകളിക്ക് നിയമാവലി തയ്യാറാക്കാനുള്ള ചോദ്യത്തിനാണ് സ്പൂണും നാരങ്ങയും കളിയുടെ നിയമാവലിയിൽ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് കൊച്ചു അഹാൻ തൻ്റെ വലിയ നിയമം എഴുതി ചേർത്തത്. ഏറ്റവും ജനാധിപത്യപരമായി ഒരു കളിയെ ആവിഷ്കരിക്കാൻ പോന്ന സാമൂഹിക ബോധമുള്ള അഹാനെ ജനാധിപത്യത്തിൻ്റെ വേദിയായ നിയമസഭയിലേക്ക് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് ക്ഷണിച്ചത്. രാവിലെ സ്പീക്കറുടെ വസതിയായ നീതിയിലെത്തിയ അഹാൻ സ്പീക്കറോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു. തുടർന്ന് നിയമസഭയിലെത്തി സഭാ നടപടികൾ കാണുകയും സ്പീക്കറുടെ ചേംബറിലെത്തി കുറച്ചു സമയം ചെലവിടുകയും ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ, KV സുമേഷ് MLA എന്നിവരും സ്പീക്കറുടെ ചേംബറിലുണ്ടായിരുന്നു. സ്നേഹസമ്മാനങ്ങൾ നൽകിയാണ് അഹാനെ സ്പീക്കർ യാത്രയാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അഹാനും കുടുംബത്തിനും കൂടിക്കാഴ്ചയ്ക്കും സ്പീക്കർ അവസരമൊരുക്കിയിരുന്നു. മുഖ്യമന്ത്രിയും അഹാനെ അനുമോദിച്ചു. ഇരുവർക്കും സ്കൂളിൽ കളിസ്ഥലം വേണമെന്നുള്ള നിവേദനം അഹാൻ കൈമാറി. പിതാവ് അനൂപിനും മാതാവ് നിമ്യക്കും ഒപ്പമാണ് അഹാൻ തിരുവനന്തപുരത്ത് എത്തിയത്. പയ്യന്നൂരിൽ ചാരായ മൊത്ത വിതരണക്കാരൻ അറസ്റ്റിൽ. രാമന്തളി പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും ചാരായം മൊത്ത വിതരണം നടത്തുന്ന രാമന്തളി കുരിശുമുക്കിലെ പുത്തൻ വീട്ടിൽ KP സജീവനെയാണ് പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K ദിനേശും സംഘവും അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ പരിധിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അബ്കാരി കേസാണിത്. പയ്യന്നൂരിൽ വൻ വ്യാജ മദ്യവേട്ട. 40 ലിറ്റർ ചാരായവും 80 ലിറ്റർ വാഷുമായി രാമന്തള്ളി കുരിശുമുക്ക് സ്വദേശി KP സജീവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ പരിധിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അബ്കാരി കേസാണിത്. മുമ്പും സമാനമായ കുറ്റകൃത്യത്തിന് ഇയാൾ പ്രതിയായിട്ടുണ്ട്. വീടിന് സമീപത്തായി പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിലാണ് ചാരായം സൂക്ഷിച്ചിരുന്നത്. ലിറ്റർ കുപ്പികളിലായും മൊത്തമായുമായാണ് ഇയാൾ ചാരായ വിതരണം നടത്തിയിരുന്നത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ എക്സൈസ് നിരന്തരമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. നിർജ്ജീവമായിരുന്ന വ്യാജ മദ്യലോബി ചില പ്രദേശങ്ങളിൽ വീണ്ടും തലപൊക്കി തുടങ്ങുന്നതായും അത്തരം സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ K ദിനേശൻ പറഞ്ഞു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ പരിധിയിൽ സമീപകാലത്തായി കണ്ടെടുത്ത ഏറ്റവും വലിയ അബ്കാരി കുറ്റകൃത്യമാണ് കണ്ടെടുത്തത്. അടുത്ത കാലം വരെ നിർജ്ജീവമായിക്കൊണ്ടിരുന്ന വ്യാജമദ്യ ലോബി വീണ്ടും തലപൊക്കുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയാൽ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് കണ്ടുപിടിക്കപ്പെട്ടത്. ഇയാൾ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ A അസീസ്, MK ജനാർദ്ദനൻ, ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ VV ഷിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PV രാഹുൽ, ജസ്ന P ക്ലമന്റ് എന്നിവരുമുണ്ടായിരുന്നു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷനെതിരെ വ്യാപക പോസ്റ്റർ. വിജിൽ മോഹനെതിരെയാണ് കണ്ണൂരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പീഡന വീരനെ താങ്ങുന്നവനെ സൂക്ഷിക്കുക എന്നാണ് പോസ്റ്റർ. ശ്രീകണ്ഠാപുരം നഗരസഭാ കൗൺസിലർ കൂടിയാണ് വിജിൽ മോഹനൻ. വിജിൽ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. CPMന്റെ കുത്തക വാർഡിൽ ജയിച്ചതു മുതൽ തുടങ്ങിയ അക്രമമാണെന്നായിരുന്നു വിജിൽ മോഹനന്റെ പ്രതികരണം. നേർക്കുനേർ ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത DYFIക്കാരാണ് പോസ്റ്ററിന് പിന്നിലെന്നും വിജിൽ മോഹനൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ നിയമസഭയിലേക്ക് അനുഗമിച്ചതിൽ കടുത്ത വിമർശനം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെ പിന്തുണച്ച് വിജിൽ മോഹനൻ രംഗത്തെത്തിയിരുന്നു.
ഹൂ കെയർസ് എന്ന അടിക്കുറിപ്പോടെ നേമം ഷജീറിനൊപ്പമുള്ള ചിത്രം വിജിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഷജീറിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയായിരുന്നു പിന്തുണ നൽകിക്കൊണ്ടുള്ള പോസ്റ്റ്. നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും പരാതി നൽകിയിരുന്നു. നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ താക്കീത് മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിലെത്തിയിരുന്നു. നേമം ഷജീറായിരുന്നു രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നത്. പാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ LDF നടത്തുന്ന ഉപരോധ സമരം 5ാം ദിവസത്തിലേക്ക്. ഭരണകക്ഷിയായ UDF നഗരസഭയിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ചെന്നാരോപിച്ചാണ് LDF നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല ഉപരോധ സമരം ആരംഭിച്ചത്. അതേസമയം സാധാരണക്കാരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സമരമെന്നും സമരത്തിൽ നിന്നും LDF പിന്മാറണമെന്നും പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ആവശ്യപ്പെട്ടു. തുടർച്ചയായി 4ാം ദിവസവും രാവിലെ 1.5 മണിക്കൂർ വൈകിയാണ് ഓഫീസ് പ്രവർത്തിച്ചത്. ഓരോ ദിവസവും LDFിലെ വ്യത്യസ്ത നേതാക്കളാണ് സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ വില്ലേജ് അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം തകിടം മറിച്ചിരിക്കുകയാണെന്ന് CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള പറഞ്ഞു. വോട്ടർ പട്ടിക പൂർണ്ണമായും അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കലക്ടർക്കും പരാതി നൽകിയതായും തീരുമാനമാകും വരെ അനിശ്ചിതകാല സമരം തുടരുമെന്നും K കുഞ്ഞബ്ദുള്ള പറഞ്ഞു. പാനൂർ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ വില്ലേജിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വാർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വില്ലേജ് അതിർത്തികളെ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 34ാം വാർഡ് കനകമല വാർഡിൽ പെരിങ്ങളം വില്ലേജാണ് അതിൻ്റെ അതിർത്തിയെങ്കിൽ പെരിങ്ങത്തൂർ വില്ലേജിലെ ആളുകളെ ഉൾപ്പെടെ 34ാം വാർഡിൽ ഉൾപ്പെടുത്തിയുള്ള അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു പറമ്പിൽ ഉള്ള വ്യത്യസ്തമായ വീടുകൾ വ്യത്യസ്തമായ വാർഡുകളിലാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിലുള്ള ആൾക്ക് തന്നെ 2 വാർഡുകളിൽ അവരുടെ മക്കൾക്കൊരു വാർഡ്, അച്ഛനും അമ്മക്കും മറ്റൊരു വാർഡ്. ഈ നിലയിൽ വോട്ടർ പട്ടികയിൽ പൂർണ്ണമായ നിലയിലുള്ള കൃത്രിമം നടത്തിയതിൻ്റെതായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കലക്ടർക്കും അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. തികച്ചും ന്യായമായ നിലയിലുള്ള ഒരു സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിൽ ഇടപെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായമായ നിലയിൽ വാർഡ് അതിർത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കണം എന്ന ആവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. അനിശ്ചിതകാലത്തേക്കാണ് സമരം ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരുടെ നിലപാടിനനുസരിച്ചാണ് ഈ സമരം മുന്നോട്ട് പോവുക. നഗരസഭ പിടിച്ചെടുക്കാനുള്ള കണക്കുകൂട്ടൽ പിഴച്ചപ്പോഴാണ് CPM വോട്ട് ക്രമക്കേട് ആരോപണം ഉന്നയിക്കുന്നതെന്നും സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം പറഞ്ഞു. സാധാരണ ദൈനംദിന ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന സാധാരണക്കാരെ തടസ്സപ്പെടുത്തി തിരിച്ചയക്കുകയാണ്. ഇക്കാര്യത്തിൽ ജനം മറുപടി നൽകുമെന്നും ഹാഷിം പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത്, സാധാരണ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ ഓഫീസിനകത്തേക്ക് കാലത്ത് മുതൽ വരുന്ന ആളുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സമരങ്ങൾ. പല ആളുകളുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അതൊന്നുമല്ലാത്ത സാധാരണക്കാരുമുണ്ട്. അവരുടെയൊക്കെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നഗരസഭയിലേക്ക് വരുമ്പോൾ അവരെ തിരിച്ചയക്കുമ്പോൾ അവർ ഈ സമരത്തിനോട് കാണിക്കുന്ന എതിർപ്പുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളത് കാണുന്നുമുണ്ട്. ആളുകൾ പറയുന്നുണ്ട്, നഗരസഭക്കകത്തേക്ക് കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെ തടസ്സപ്പെടുന്ന രീതിയിലേക്കുള്ള ഈ സമരങ്ങൾ അതെന്ത് തന്നെയായാലും അതിനുള്ള മറുപടി കൊടുക്കും എന്നുള്ള രീതിയിലാണ് സാധാരണക്കാരായ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അത്രയും നാൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. നഗരസഭാ ചെയർമാൻ എന്ന നിലക്ക് പറയാനുള്ളത്, ഈ സമരത്തിൽ നിന്ന് പിന്തിരിയണം. തെറ്റായ രീതിയിൽ അശാസ്ത്രീയമായ വാർഡുകൾ നടത്തി എന്നിട്ട് പോലും കൂട്ടിയ കണക്കുകൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ്
ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടിയുമായി ഇടതുപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നത്. വോട്ടർ പട്ടിക അട്ടിമറിക്കെതിരെ LDF പാനൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല ഉപരോധ സമരം 4ാം ദിവസം പിന്നിട്ടു. കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി U ബാബു ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി U ബാബു ഗോപിനാഥ് 4ാം ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്തു. വീണ്ടും 3ാം തവണയും അധികാരത്തിൽ വരാമെന്നതാണ് മോഹമെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ഇത് കേരളമാണ്, ഇത് കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ വല്ലാത്ത വളഞ്ഞ വഴിയിലൂടെ അധികാരം തിരിച്ചു പിടിക്കാനോ നിലനിർത്താനോ ശ്രമിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ഈ മണ്ണിലെ ജനതയുടെ പ്രതികരണ ശേഷി അത്രയും വലുതാണ്. വോട്ടർപട്ടികയിൽ പേര് കാണും, എണ്ണത്തിലെണ്ണവും കാണും. എന്നാൽ ചെറുക്കാൻ തീരുമാനിച്ചാൽ മാന്യതയ്ക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി, ജനാധിപത്യ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി പോരടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചാൽ ഇവിടുത്തെ UDFകാർ ചെവിയിൽ നുള്ളിക്കോ. ഈ പാനൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജനവിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ചെറുത്ത് വിജയം നേടും. ഈ മനോഹരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PK പ്രവീൺ, N അനൂപ്, MP ബൈജു എന്നിവർ സംസാരിച്ചു. KK ബാലൻ സ്വാഗതം പറഞ്ഞു. ദസറ കൂപ്പണിന്റെ മറവിൽ വ്യാപാര സ്ഥാപനത്തിൽ കയറി ജീവനക്കാരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് KV സലീമിന്റെ നേതൃത്വത്തിലെത്തിയ 2-അംഗ സംഘം ഭീഷണിപ്പെടുത്തിയതായി പരാതി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത ഗ്രീൻ പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന വസ്ത്ര മൊത്ത വ്യാപാര സ്ഥാപനമായ കൃഷ്ണ ക്യാഷ് ആൻഡ് ക്യാരി എന്ന സ്ഥാപനത്തിലാണ് പ്രമുഖ വ്യാപാരി സംഘടനാ നേതാവും മറ്റൊരു വ്യാപാരിയും എത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയത്. കണ്ണൂർ ദസറയോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്കായി കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പണിന്റെ 2 ബുക്കുകൾ കഴിഞ്ഞ ദിവസം വസ്ത്ര മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരുന്നു. ഇതിന്റെ പണം വാങ്ങാനെത്തിയപ്പോൾ ബുക്ക് തിരിച്ചേൽപ്പിച്ച വിരോധത്തിൽ അത് വലിച്ചെറിഞ്ഞ് ഭീഷണി മുഴക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. അതേസമയം കൂപ്പൺ എടുക്കണമെന്ന് നിർബന്ധമില്ലെന്ന് കോർപ്പറേഷൻ ജീവനക്കാർ പറഞ്ഞതായും സ്ഥാപന ഉടമ പറഞ്ഞു. സംഭവത്തിൽ കടയുടമ പോലീസിൽ പരാതി നൽകി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ടേ പേരുണ്ടേ, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ടേ പേരുണ്ടേ, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി.
പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പള്ളൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കരിയാട്ടെ ആദ്യകാല കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ
PE കുഞ്ഞിരാമൻ നമ്പ്യാരെ അനുസ്മരിച്ചു. KPCC അംഗം വി സുരേന്ദ്രൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിയാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനും ദീർഘകാല പഞ്ചായത്ത് പ്രസിഡന്റും കരിയാട് നമ്പ്യാർസ് സ്കൂൾ മാനേജറുമായ PE കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ഓർമ്മദിനം ആചരിച്ചു. KPCC അംഗം വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം യുവതലമുറ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ആ പ്രായത്തിന്റെ ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കും. കാരണം അവരുടെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയത് കൊണ്ടല്ല, സ്വാതന്ത്ര്യ സമരത്തോട് അടുത്ത് എന്നുള്ള നിലയിൽ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയാണ് അത്തരം ആളുകളെ കുറിച്ച് സ്മരിക്കുന്നത്. അന്ന് വിദ്യാഭ്യാസം ഇവിടെ പരാമർശിക്കപ്പെട്ടു. വിദ്യാഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു അപരാധമാണ്. കാരണം വിദ്യാഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല അടിമത്തത്തിന്റെ വേരുകൾ അറുത്തുകൊണ്ടു പോകുന്ന ഒരു പ്രക്രിയയായിരിക്കും എന്നുള്ള നിലയിൽ വിദ്യാസമ്പന്നരെ എതിർക്കുക, അല്ലെങ്കിൽ അവർ സ്കൂളുകൾ സ്ഥാപിക്കുമ്പോൾ അവർക്ക് അടികൊടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരെ അടിച്ചു കളയുക. കാരണം ഈ സ്കൂൾ ഉണ്ടാക്കുന്നത് വലിയ ഒരു പാതകമായിട്ടൊക്കെ കാണുന്ന കാലഘട്ടം. പഠിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു തെറ്റായ ഒരു പ്രവണതയായി കാണുന്ന കാലഘട്ടം. വാസ്തവത്തിൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊന്നുമില്ല. സ്കൂളുകൾ എന്ന് പറയുന്നത് തന്നെ അനാവശ്യമായ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ കാണുന്ന ഒരു വിഭാഗം. ആ ഘട്ടത്തിലാണ് സ്കൂൾ സ്ഥാപിക്കുന്നതിനും സ്കൂൾ വരുന്നതിനുമൊക്കെ ഒരു മനുഷ്യൻ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമായി നമുക്ക് ഓർക്കാൻ സാധിക്കും. TH നാരായണൻ അധ്യക്ഷത വഹിച്ചു. സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. KN ശ്രീധരൻ, K അശോകൻ, TM ബാബുരാജ്, AM രാജേഷ്, K ഗോപാലകൃഷ്ണൻ, സുപ്രിയ കാട്ടിൽ, സുരേഷ് എന്നിവർ സംസാരിച്ചു. ലോകരാജ്യങ്ങളിൽ പ്രചുര പ്രചാരം നേടിയ മെന്റലിസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്നോമീനിയ മെന്റലിസ്റ്റ് ആദിയുടെ മെഗാ ഷോ 20 വൈകിട്ട് ദിനേശ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. 2 മണിക്കൂർ പരിപാടിയുടെ ഓൺലൈൻ ബുക്കിംഗ് നടന്നുവരികയാണെന്നും പ്രവേശനം പാസ് മുഖേനയാണെന്നും അവതാരകനായ മെന്റലിസ്റ്റ് ആദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതൊരു 1.5 വർഷത്തിന് ശേഷം നമ്മൾ ഇന്ത്യയിലൊരു ടൂർ ചെയ്യുന്നത്. 2-2.5 വർഷത്തിനടുത്തായി ഇതേ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നമ്മളൊരു ഹൗസ്ഫുൾ സക്സസ് ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ 10 വീക്കായിട്ട് സാറ്റർഡേ ആയിട്ട് 10 ജില്ലകളിൽ ചെയ്യുന്ന അതിൻ്റെ 2ാമത്തെ ഷോ ആണ് ഇവിടെ. കൂടുതൽ ഡീറ്റെയിൽസ് ചേട്ടാ, ഇതൊരു സാധാരണ നമ്മൾ ചെയ്യുന്നതിലും കുറച്ചുകൂടി ഒരു വലിയൊരു പ്രൊഡക്ഷനാണ്. നമ്മുടെ നാട്ടിലെ തിയേറ്ററുകൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു മെത്തേഡ് ഓഫ്. യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും അവതരിപ്പിക്കപ്പെട്ട ഈ പരിപാടി നടൻ മോഹൻലാലാണ് അനൗൺസ്മെന്റ് ചെയ്തത്. കണ്ണൂരിലെ ഷോയ്ക്ക് ശേഷം കൊച്ചിയിൽ 25-ന് പരിപാടി നടത്തും. 9 ജില്ലകളിൽ പരിപാടികൾ നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ M മിഥുൻ, അരുൺ പ്രസാദ് എന്നിവരും പങ്കെടുത്തു. മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജും ശ്രീനാരായണ ഹൈസ്കൂളും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. രാജീവ് ഗാന്ധി മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ ശിവരാമകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. They will refer to our hospital like anemia patients or any skin problems or any other abnormalities, respiratory problems, GIT problems, whatever it may be. If they find in beginning stage of this abnormality, they will refer to our hospital. In our hospital also we have lot of facilities. So not only that, pediatric hospitals and other facilities also we have, like eye problems, ENT problems and gynec problems. Any skin problems, general problems, we have lot of facilities there in OPD. So please, after this OPD, I request all parents, please bring your children to hospital and get that benefits of that one. We have excellent doctors in that OPDs. പ്രധാനാധ്യാപകൻ K തിലകൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് K സജിത് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. M മുസ്തഫ മുഖ്യാതിഥിയായി. രോഗിക്ക് വന്നു ചേർന്ന അവസ്ഥയെ മാറ്റാനാണ് ശ്രമിക്കുന്നത്.
ഇപ്പൊ ലോകത്തിലെ മുഴുവൻ തന്നെ ഇന്ന് പ്രചോദനമായിട്ടുള്ള ആയുർവേദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംഭാവനയാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഇതിപ്പോ എന്റെ വീട്ടിലെ എന്റെ ഏട്ടന്റെ മകൾ മംഗലാപുരത്ത് ഒരു ആയുർവേദ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാം എന്റെ നാട്ടിലുണ്ട്, പക്ഷെ അവർക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല, അവിടെ കിട്ടി. അപ്പൊ അവരുടെ ആ പഠന പ്രവർത്തനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു നേച്ചർ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു ഏറ്റവും വായിച്ചാലും തീരാത്ത പുസ്തകമാണ് പ്രകൃതി. ആയുർവേദം പറയുന്നത് പ്രകൃതിയിലെല്ലാം ഉണ്ട്. യു ഷുഡ് മിങ്കിൾ വിത്ത് ദ നേച്ചർ. നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഇടകലരുക. നിങ്ങൾ ഈ പ്രകൃതിയുമായിട്ട് ഇനി നമ്മളെന്താണ് അച്ഛനും അമ്മയും ഒന്നും കുട്ടികളെ വെയിലത്ത് പോകാനും സമ്മതിക്കില്ല. ഒരു ചികിത്സാ രോഗത്തിന് വെയിലത്തിരിക്കരുത്. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PB കുമാർ സ്വാഗതവും നിമിത നന്ദിയും പറഞ്ഞു. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ NCC സീനിയർ കേഡറ്റായ CPL A അമൃത അഖിലേന്ത്യാ തൽസൈനിക് ക്യാമ്പിൽ സ്വർണ്ണ മെഡൽ നേടി. ഡൽഹിയിൽ നടന്ന ദേശീയതല ക്യാമ്പിൽ ജഡ്ജിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ഫീൽഡ് സിഗ്നൽസ് വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് അതുല്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ബ്രണ്ണൻ കോളേജിലെ BSc കെമിസ്ട്രി 3ാം വർഷ വിദ്യാർത്ഥിനിയായ അമൃത ഏറെക്കാലത്തെ പരിശ്രമവും സമർപ്പണവും കൊണ്ടാണ് മഹത്തായ വിജയം സ്വന്തമാക്കിയത്. NCCയിലെ തുടക്കം മുതൽ തന്നെ കഠിനാധ്വാനം, നിയന്ത്രിത ജീവിതം, പ്രതിജ്ഞാബദ്ധത എന്നിവയിലൂടെ സഹകേഡറ്റുകൾക്കിടയിൽ അമൃത വേറിട്ട് നിന്നിരുന്നു. അഖിലേന്ത്യാ തൽസൈനിക് ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി 6ഓളം ക്യാമ്പുകളിൽ പങ്കെടുത്തു. ഇതിൽ 5 ക്യാമ്പുകളും ഡൽഹിയിലെ TSCക്കായുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളായിരുന്നു. 2025 ജൂൺ മാസത്തിൽ ആരംഭിച്ച യാത്ര സെപ്റ്റംബർ വരെ നീണ്ടുനിന്നു. A വിദ്യാധരൻ്റെയും K സരിതയുടെയും മകളാണ് അമൃത. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി SDPI സംസ്ഥാന വ്യാപകമായി ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വാഹനജാഥ സംഘടിപ്പിച്ചു. പാനൂർ മുനിസിപ്പൽ പ്രസിഡന്റ് താഹിറാജി നയിച്ച വാഹനജാഥ പാനൂരിൽ പദയാത്രയോടുകൂടി സമാപിച്ചു. സെപ്റ്റംബർ 16 പുല്ലൂക്കരയിൽ വെച്ച് SDPI കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് റിജാസ് തവരയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനജാഥ പൂക്കോം, മേക്കുന്ന്, കരിയാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പെരിങ്ങത്തൂരിൽ സമാപിച്ചു. 17 കടവത്തൂരിൽ നിന്നാരംഭിച്ച വാഹനജാഥ കല്ലിക്കണ്ടി, തൂവക്കുന്ന്, ചെറുപ്പറമ്പ്, പാറാട്, പാത്തിപ്പാലം, മുത്താറുപീടിക തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് തങ്ങൾപീടികയിൽ എത്തിച്ചേർന്നു. തുടർന്ന് തങ്ങൾപീടികയിൽ നിന്നും ആരംഭിച്ച പദയാത്ര പാനൂരിൽ സമാപിച്ചു. സമാപന പൊതുയോഗം SDPI കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് റിജാസ് തവരയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സമീർ പുല്ലൂക്കര, സെക്രട്ടറി KV റഫീഖ്, ഓർഗനൈസിംഗ് സെക്രട്ടറി PP സഹീർ പുറക്കളം, മണ്ഡലം കമ്മിറ്റി അംഗം മുസഫീർ, നാസർ പാനൂർ, അനസ് കടവത്തൂർ എന്നിവർ സംസാരിച്ചു. ഹൃദയാരോഗ്യം ഓട്ടത്തിലൂടെ സുരക്ഷിതമാക്കാം എന്ന സന്ദേശമുയർത്തി 100 ദിവസം വരെ തുടർച്ചയായി എല്ലാ ദിവസവും 21 കിലോമീറ്റർ ഓട്ടം എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് ഓടുന്ന പ്രശസ്ത മാരത്തോൺ ഓട്ടക്കാരനും പോലീസ് മീറ്റുകളിൽ ഉൾപ്പെടെ വിവിധ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ റിട്ടയർഡ് SIയുമായ മരിയ ജോസ് 75ാമത്തെ ദിവസത്തെ ഓട്ടം പൂർത്തിയാക്കി. തലശ്ശേരി സ്റ്റേഡിയത്തിലെ കായിക പ്രേമികൾ ഒത്തുചേർന്ന് കൂടെ ഓടി ഐക്യദാർഢ്യം അർപ്പിച്ചത് അവിസ്മരണീയമായിരുന്നു. തലശ്ശേരി യങ്സ്റ്റേഴ്സ് ഭാരവാഹികളും മരിയ ജോസിന്റെ 75ാമത്തെ ദിവസത്തെ ഓട്ടത്തോടൊപ്പം പങ്കുചേർന്നു. തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് സ്നേഹാദരവ് കൈമാറി.
ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റിയതിൽ അദ്ദേഹം കുറച്ച് ദിവസം ഓടുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ഇത്ര കൂടുതൽ ഓടുന്നതെന്ന് പിന്നാണ് മനസ്സിലാക്കിയത്. അതിന് കൂടെ തന്നെ ഒരു ഇവരും കുറേ ഓടുന്നത് കണ്ടപ്പോൾ നമുക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ് എൻ്റെ മെസ്സേജ്. എല്ലാവരെയും എന്താണ് കീപ് ഫിറ്റ് എന്നുള്ളത് അതിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരെയും അതുപോലെ തന്നെ ഒന്ന് എനർജറ്റിക് ആവാനുള്ള ഒരു മോട്ടിവേഷൻ. എല്ലാവിധ ആശംസകളും. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള, അക്ബർ ലുലു എന്നിവർ ഉപഹാരം കൈമാറി. യങ്സ്റ്റേഴ്സ് തലശ്ശേരി ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ സ്വാഗതം പറഞ്ഞു. മരിയ ജോസിനോടൊപ്പം ഹൃദയാരോഗ്യത്തിനായി എന്ന സന്ദേശമുയർത്തി ദിവസം കൂടെ ഓടാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ പങ്കുചേർന്നു. ഇന്റർനാഷണൽ റേസ് വാക്കർ ഹസീന ആലിയമ്പത്ത്, സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് 800 മീറ്റർ ബ്രോൺസ് മെഡൽ ജേതാവ് ഷൈജത്ത് പിണറായി, നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിലെ അഭിമാനതാരങ്ങളായ ഒകെ അമീർ, സുരേഷ് ബാബു പിണറായി, MC നിർമ്മല, അൾട്രാ റൺ റേസ് താരങ്ങളായ VK മുഹമ്മദ്, ഖാലിദ് ചങ്ങറ, മാരത്തോൺ റണ്ണർമാരായ നൌഷർ, ഫൈസൽ അഞ്ചുകണ്ടൻ എന്നിവർ ജോസിനൊപ്പം ഓടാൻ പിന്തുണ നൽകി. റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ PK സുരേഷ്, തലശ്ശേരി സായി സെന്റർ അത്ലറ്റിക് കോച്ച് ലിജു, ഡോക്ടർ ഫാത്തിമ നഷ്വ, റിട്ടയർഡ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമാൻഡന്റ് അനിരുദ്ധൻ എന്നിവർ സംബന്ധിച്ചു. യങ്സ്റ്റേഴ്സ് തലശ്ശേരി പ്രസിഡന്റ് ഹംസ കേളോത്ത്, ഭാരവാഹികളായ VK വികാസ്, PO അബ്ദുൽ ജലീൽ, നൌഫൽ പയ്യേരി, MP അബ്ദുൾ റഷീദ്, അസ്ലം കാരിയത്ത്, KK ഫൈസൽ, K മുഹമ്മദ് റാഫി, ഷാജി തീർത്ത, CO ജംഷീദ്, T അൻസാർ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്.
ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. കുരുന്നുകൾക്ക് സൗജന്യമായി കാതുകുത്തി സ്വർണ്ണ കമ്മലിടൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി PC പോക്കുഹാജി ഉദ്ഘാടനം ചെയ്തു. ഈ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംഘടന ആൾക്കാർ തന്നെയാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും ഈ ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ നേരത്തെ ആ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹം ഇതിൻ്റെ പേര് രാജു അപ്സരാണ്. ഇത് സ്വർണ്ണ കച്ചവടക്കാരൻ. ഓൾ കേരള അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കുഞ്ഞാബുവാജി എന്ന് പറയുന്നതാണ് ഈ സ്വർണ്ണ കച്ചവടം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. ഏത് ചടങ്ങും ഇവിടെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളൊക്കെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. കൂത്തുപറമ്പ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1000 കുരുന്നുകൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തിക്കൊണ്ടാണ് വിശ്വകർമ്മ ദിനം വേറിട്ടതാക്കിയത്. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും കൂത്തുപറമ്പ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പ് വ്യാപാര ഭവനിൽ വെച്ച് കൂത്തുപറമ്പ് പരിധിയിലെ നിർധനരായ കുടുംബത്തിലെ 2 വയസ്സിന് താഴെയുള്ള 5 കുട്ടികൾക്കാണ് സൗജന്യമായി കാതുകുത്തി കമ്മലിട്ടത്. പൊൻകൊട്ടാരം, പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഉല്ലാസ്, ബബിത തുടങ്ങിയ ജ്വല്ലറികളാണ് കമ്മലുകൾ സ്പോൺസർ ചെയ്തത്. ചടങ്ങിൽ മുതിർന്ന സ്വർണ്ണ തൊഴിലാളികളെയും ആദരിച്ചു. സംസ്ഥാന കൗൺസിലർ N പ്രദീപൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി K ഗംഗാധരൻ, യൂണിറ്റ് ട്രഷറർ NP പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ ശ്രീനാരായണ കോളേജിലെ 1997-98 പ്രീ ഡിഗ്രി കൊമേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുതിർന്നവരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുടുംബങ്ങളെയും ആദരിച്ചു. മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും വൈവിധ്യമാർന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നൗഫൽ, ഷാഹിർ, റഫാത്ത്, സഫീർ, സന്തോഷ്, യൂസഫ്, റസാഖ് ചൈന, ഹാദി മോഡൻ, റെയ്സ് ചമ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാരീരിക അവശതകൾ കാരണം വർഷങ്ങളായി വീട്ടിൽ കഴിയുന്ന സഹപാഠി റംഷീദ് പാലക്കോലിനെ വീട്ടിലെത്തി മൊമൻറ്റോ നൽകി ആദരിച്ചു. മലബാറിലെ പാട്ടും കേട്ട് പറയാനതിലേറെയുണ്ട്. ശരിയായൊരു നോട്ട് കഴിഞ്ഞപ്പോ വയസ്സായി, അത് കഴിഞ്ഞപ്പോ ആകപ്പട വിളക്കായി. ഹബീബി 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 എന്ത ഹബീബി ഹബീബി എന്ത ഹബീബി ബലാലിനെ കാങ്ങുമ്പ കേട്ടി ഹലാക്കിലെ ഔലിങ്ങനാക്കി. ബിലാലെ നീ എന്ത് പറയണത്, ഹലാക്കിന്റെ കഥ ചുലിച്ചിരിക്കണത്, എല്ലാതെ കൈകിട്ടി നോക്കണത്, ചങ്ങായിന്റെ തല തല്ലി പൊളിക്കണത്. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ ആയില്യം നാൾ ആഘോഷിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡനാമാർച്ചന, മുട്ട സമർപ്പണം, ഉച്ചയ്ക്ക് നാഗപൂജ, തുടർന്ന് പ്രസാദ ഊട്ട് എന്നിവ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. അടുത്ത ആയില്യനാൾ ഒക്ടോബർ 16 നടക്കും. JK പിക്ചർ പെർഫെക്റ്റ് വെഡ്ഡിംഗ്സ് ആൻഡ് ഇവന്റ്സ് കൂത്തുപറമ്പിൽ പ്രവർത്തനം തുടങ്ങി. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ റോഡ് മലബാർ പ്ലാസ ബിൽഡിംഗിൽ 1ാം നിലയിലാണ് JK ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനം ടീം ഗുണ്ട് താരങ്ങൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ MCV കുനുമൽ, PV ജിഷ എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ ജ്യോതിഷ് കാന്ത്, KP റജിൻ, പാനൂർ കൂത്തുപറമ്പ് മേഖലയിലെ ഫോട്ടോഗ്രാഫർമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി, ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് നിരവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള JK പിക്ചർ പെർഫെക്റ്റ് വെഡ്ഡിംഗ്സ് ആൻഡ് ഇവന്റ്സിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ, പന്തൽ ആൻഡ് ലൈറ്റ്സ്, ബ്രൈഡൽ മേക്കപ്പ്, ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി, ഫുഡ് കാറ്ററിംഗ് തുടങ്ങി ഒരു കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഫോട്ടോ ഫ്രെയിംസ്, മൊമെന്റോസ്, പെൻഡ്രൈവ് ആൻഡ് ബോക്സ്, മെമ്മറി കാർഡ് തുടങ്ങി ക്യാമറ ആക്സസറീസ്, എഡിറ്റിംഗ്, ഡിസൈനിംഗ്, DTP, AI എഡിറ്റിംഗ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ധർമ്മെടുത്ത് വീട്ടുകാർ പുറത്തുപോയി 20 മിനിറ്റിനുള്ളിൽ വൻ കവർച്ച. 24 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും കവർന്നു. ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെത്തി സ്വർണ്ണമാലയുമായി കടന്ന യുവതിയെ മാഹി പോലീസ് പിടികൂടി. അറസ്റ്റിലായത് ധർമ്മടം സ്വദേശി ആയിഷ. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന വലിയ കളി നിയമം എഴുതി ചേർത്ത അഹാൻ അനൂപ് നിയമസഭയിൽ സ്പീക്കറുടെ അതിഥിയായെത്തി. അഹാനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. പാനൂർ നഗരസഭ മുന്നിൽ LDF നടത്തുന്ന ഉപരോധ സമരം 5ാം ദിവസത്തിലേക്ക്. സാധാരണക്കാരെ തടസ്സപ്പെടുത്തുന്ന സമരത്തിൽ നിന്നും LDF പിന്മാറണമെന്ന് നഗരസഭാ ചെയർമാൻ KP ഹാഷിം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.